2 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒളമ്പക്കടവ് പാലത്തിന്റെ നിർമ്മാണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാതി വഴിയിലാണ്. 2018 വലിയ ആഘോഷത്തോടെ തുടക്കമിട്ട പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥയും കരാർ കമ്പനിയുടെ വീഴ്ചയും കാരണം ഇന്നും ഇഴഞ്ഞു നീങ്ങുന്നത്. കിഫ്ബി വഴി കോടികൾ അധികമായി അനുവദിച്ചിട്ടും പദ്ധതിക്ക് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. 2018 ഡിസംബർ 9 എടപ്പാൾ മാറഞ്ചേരി പഞ്ചായത്തുകളെയും പൊന്നാനി താവനൂർ മണ്ഡലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒളമ്പക്കടവ് പാലത്തിന് ജനപ്രതിനിധികളെ സാക്ഷി നിർത്തി നിർമ്മാണം തുടങ്ങിയത്. 2 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും BM കായലിന് നടുവിൽ പാതി വഴിയിൽ നിൽക്കുകയാണ് പാലം. ഒന്നാം ഘട്ടത്തിൽ 12.82 കോടി രൂപ ചെലവഴിച്ച് പൈലിംഗ് നടത്തി പില്ലറുകൾ സ്ഥാപിച്ച് പാതി വഴിയിൽ നിലച്ച പദ്ധതി പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് കിഫ്ബി വഴി 31 കോടി രൂപ കൂടി അനുവദിച്ച് 2ാം ഘട്ട പ്രഖ്യാപനം നടത്തി. എന്നാൽ കോടികൾ വകയിരുത്തിയിട്ടും പദ്ധതി പൂർത്തീകരിക്കാനായില്ല. പണി കുറച്ച് ഒരു 80-85 മീറ്റർ പണി കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടെ പിന്നെ നിർത്തിവെച്ച് അവരൊക്കെ പോവുകയാണ് ചെയ്തിട്ട്. ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു എല്ലാവർക്കും, ഞങ്ങളെ ഈ ഒരു ഭാഗത്തുള്ളവർക്കും ആ ഭാഗത്തുള്ളവർക്കും ഇങ്ങോട്ട് വരാനും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനൊക്കെ നല്ലൊരു ഇതാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ ചുറ്റി വളഞ്ഞ് അങ്ങനെ പോകണം, ഇത്രയും കിലോമീറ്റർ ഞങ്ങൾക്ക് ചുറ്റി വളഞ്ഞ് പോകണം. ഇപ്പം അത് വേണ്ട, ഇത് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനൊക്കെ നല്ലൊരു എളുപ്പമുള്ള കാര്യമായിരുന്നു. പാല നിർമ്മാണം ആദ്യം ഏറ്റെടുത്ത മേരിമാത കൺസൾട്ടൻസി കരാറിൽ നിന്ന് പിന്മാറിയിരുന്നു. തുടർന്ന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഏറ്റെടുത്തതോടെ ഉടൻ നിർമ്മാണം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും നിർമ്മാണം നിലച്ചു. BM കായലിന്റെ ഇരുകരകളിലുമുള്ള 100 കണക്കിന് കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകേണ്ട പദ്ധതി കോടികളുടെ ഫണ്ട് അനുമതിയുണ്ടായിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാത്തത് ആരുടെ വീഴ്ചയാണെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം.